RRBയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു മെയ് 15-ന്. അതേപോലെ തന്നെ ഈ ഒരു അപ്ലിക്കേഷൻ ടൈമിൽ നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഏത് സോൺ സെലക്ട് ചെയ്യും എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ സെലക്ഷനെ ഏറ്റവും അധികം എഫക്റ്റ് ചെയ്യാൻ പോകുന്നതും സെലക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാലും അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സോൺ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് സോൺ സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നുള്ളത് നിങ്ങൾക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കേരളത്തിന്റെ പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധ്യതയുണ്ട്. അതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈ ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, സെക്കന്ദരാബാദ് ഉണ്ട്, മറ്റു അതർ സ്റ്റേറ്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അപ്ലൈ ചെയ്യാറുണ്ട്. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സോൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധ്യതയില്ല, നിങ്ങൾക്ക് ആ ഒരു സോൺ പിന്നീട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അതായത് മോഡിഫിക്കേഷൻ ടൈമിൽ അതായത് ചെറിയ കറക്ഷൻസ് ഒക്കെ വരുത്താം. അതായത് അപ്ലിക്കേഷൻ ടൈമിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സോൺ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ചേഞ്ച് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു തീരുമാനം എടുക്കുക ഏത് സോൺ സെലക്ട് ചെയ്യണം എന്നുള്ളത്. അപ്പം നമ്മൾ ഒരു സോൺ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അത് നിങ്ങൾ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വേക്കൻസി തന്നെയാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സോണിൽ ഇനഫ് വേക്കൻസീസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. വളരെ കുറഞ്ഞ വേക്കൻസി ഉള്ള ഒരു സോണിലാണെങ്കിൽ നിങ്ങളുടെ സെലക്ഷനും അതേപോലെ സാധ്യത കുറവായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തവണ വന്നിരിക്കുന്നത് വളരെ കുറഞ്ഞ വേക്കൻസിയാണ് കഴിഞ്ഞ വർഷങ്ങളിലുള്ളതിനേക്കാൾ. അപ്പോൾ വേക്കൻസി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്തൊക്കെയാണ് ഈ ഒരു സോൺ സെലക്ഷനിൽ എഫക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പറയാൻ പോകുന്നത്. ഇതെല്ലാം കൃത്യമായി കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു ചോയ്സ് സെലക്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഈ വീഡിയോ കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഏത് സോൺ സെലക്ട് ചെയ്യണം എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കും. ഇനി രണ്ടാമത്തെ കാര്യമാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സോൺ സെലക്ഷനിൽ അടുത്തൊരു പ്രധാന ക്രൈറ്റീരിയ ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സോൺ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ കൊൽക്കത്ത ചൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ലൈഫ് ലോങ് വർക്ക് ചെയ്യേണ്ടത് കൊൽക്കത്തയിലായിരിക്കും. അതായത് നിങ്ങൾക്കൊരു ലീവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തം നാട്ടിലേക്ക് വരണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. നിങ്ങൾ വേക്കൻസി മാത്രം നോക്കിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് ലൈഫിൽ നിങ്ങൾക്കൊരു റിഗ്രറ്റ് ആയിരിക്കും. കാരണം നമുക്ക് വല്ലപ്പോഴൊക്കെ ഒരു ഒഴിവ് കിട്ടുന്ന സമയത്ത് ആ ഒഴിവ് കൂടുതൽ സമയം നമ്മൾ യാത്രക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. വിമാനവും കാര്യങ്ങളൊക്കെ ഫ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് വല്ലാത്തൊരു റിഗ്രറ്റ് ആയിരിക്കും. കാരണം എപ്പോഴും അങ്ങനെ പോയി വരാനൊന്നും കഴിഞ്ഞോളൊന്നുമില്ല. നമ്മൾ സാമ്പത്തികമായിട്ട് നോക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ഒരുപാട് കൂടുതൽ സ്ഥലം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. മാത്രമല്ല അപ്പം നമ്മൾ വിചാരിക്കുന്നതാണ് നമ്മൾ അവിടെ സെലക്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ട്രാൻസ്ഫർ വന്നൂടെ എന്നുള്ളത്. ട്രാൻസ്ഫറിന് ശരിക്കും പറഞ്ഞാൽ റെയിൽവേയിൽ 3 ഓപ്ഷൻസുകളാണ് വരുന്നത്. ഒന്നാമത്തത് എന്ന് പറയുന്നത് മ്യൂച്വൽ ട്രാൻസ്ഫർ ആണ്. അതിന് യാതൊരു ക്രൈറ്റീരിയ ഇല്ല. അതായത് നിങ്ങൾക്ക് കേരളത്തിലുള്ള ഒരാളുമായിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് കൊൽക്കത്തയിലാണ് ജോലി ലഭിച്ചത്, എന്നാൽ കൊൽക്കത്തയിലുള്ള ഒരാൾക്ക് കേരളത്തിലും ജോലി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്ത് ചെയ്യാം, മ്യൂച്വൽ ട്രാൻസ്ഫർ ചെയ്യാം, ഒരു ഇഷ്യൂസും ഇല്ല. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അങ്ങനെ ഒരാളെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്കത് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പം ഞാൻ കഴിഞ്ഞ തവണ അതായത് 2018 RRB ALP ക്ലിയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് സെക്കന്ദരാബാദിലായിരുന്നു എനിക്ക് പോസ്റ്റിംഗ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ എനിക്ക് ഒരുപാട് ഫോൺ കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, അതേപോലെ ചെന്നൈയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഒരു മ്യൂച്വൽ ട്രാൻസ്ഫർ ചോദിച്ചുകൊണ്ട്. കാരണം അവിടെയുള്ള ആളുകളൊക്കെ ഈ ഒരു സ്ഥലങ്ങളിലേക്ക് എത്തിയത് കൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സെക്കന്ദരാബാദ് ഒക്കെ ഉള്ള സോൺ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് വരാൻ സാധ്യത നിലവിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷേ അതെല്ലായ്പ്പോഴും കിട്ടിയില്ല. പ്രത്യേകിച്ച് കേരളത്തിലേക്ക് മ്യൂച്വൽ ട്രാൻസ്ഫർ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് അന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. അതായത് നിങ്ങൾ കൊൽക്കത്തയോ അല്ലെങ്കിൽ മുംബൈയോ ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിലേക്കൊന്നും ട്രാൻസ്ഫർ കിട്ടാൻ സാധ്യതയില്ല. പിന്നെയും സാധ്യത ഉള്ളത് ചെന്നൈയിലേക്കും അതേപോലെ തന്നെ സെക്കന്ദരാബാദിലേക്കും അതേപോലെ ബാംഗ്ലൂർക്കൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ മേ ബി നിങ്ങൾക്ക് ചാൻസ് ഉണ്ടായിരിക്കാം. ഇനി രണ്ടാമത്തെ ഒരു
ഓപ്ഷനാണ്, അതായത് ട്രാൻസ്ഫർ കിട്ടാനുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്പൗസ് ട്രാൻസ്ഫർ ആണ്. അതായത് നിങ്ങളുടെ പങ്കാളി ഒരു കേന്ദ്ര സർക്കാരിലോ സംസ്ഥാന സർക്കാരിലോ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അവരുള്ള അതേ സ്റ്റേറ്റിലേക്ക് തന്നെ ട്രാൻസ്ഫർ ലഭിക്കാനുള്ള സാധ്യത നിലവിലുണ്ട്. അത് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ മേഖലയിലും വരുന്ന ഒരു ട്രാൻസ്ഫർ ഓപ്പർച്യൂണിറ്റിയാണ്. സോ അങ്ങനെയാണ് രണ്ടാമതൊരു സാധ്യത ഉള്ളത്. മൂന്നാമതാണ് നമ്മൾ നോർമൽ ആയിട്ടുള്ള ട്രാൻസ്ഫർ അപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുക എന്ന് പറയുന്നത്. അത് 5 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് സോൺ സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് സോൺ ട്രാൻസ്ഫർ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്ലൈ ചെയ്യാനേ പറ്റുള്ളൂ, അത് കിട്ടുമെന്ന് യാതൊരു ഉറപ്പില്ല. കാരണം ഒരുപാട് പെൻഡിങ് അപ്ലിക്കേഷൻസ് വരുന്നത് കൊണ്ടാണ് ആ ഒരു കാര്യം. അപ്പൊ ഡിസ്റ്റൻസിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തെ നിങ്ങൾ നോക്കേണ്ടത് കംഫർട്ട് ആണ്. അതായത് നമ്മുടെ കേരളത്തിന്റെ ക്ലൈമറ്റ് നമുക്കറിയാം അല്ലേ, നമ്മുടെ ആ ഒരു ക്ലൈമറ്റിനോടും അതേപോലെ തന്നെ നമ്മുടെ ഫുഡ് അതേപോലെ നമ്മുടെ ആ ഒരു കൾച്ചർ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം തന്നെ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ആ ഒരു വർക്ക് ലൈഫ് എന്ന് പറയുന്നത് അത്ര സുഖകരമായിരിക്കില്ല. കാരണം നമ്മൾ സ്ഥിരമായിട്ട് ശീലിച്ച കുറെ കാര്യങ്ങളുണ്ട് അല്ലേ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് സെക്കന്ദരാബാദാണ്. അപ്പൊ കേരളത്തിന്റെ ആ ഒരു ക്ലൈമറ്റിനോട് ചേർന്ന് നിൽക്കുന്ന തന്നെയാണ് സെക്കന്ദരാബാദിന്റെ ക്ലൈമറ്റ്. ബാംഗ്ലൂരിന്റെ ക്ലൈമറ്റും അങ്ങനെ തന്നെയാണ്. പക്ഷെ മുംബൈയിലോ അല്ലെങ്കിൽ കൊൽക്കത്തയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ആ ഒരു സൗത്ത് ഇന്ത്യൻ കൾച്ചർ ആയിരിക്കില്ല. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഭക്ഷണങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരുപക്ഷെ അവിടെ നമുക്ക് എന്ത് ചെയ്തിരുന്നില്ല, കിട്ടിക്കൊള്ളുന്നില്ല. സോ കംഫർട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി കോമ്പറ്റീഷന്, ഇത് ഒരുപക്ഷെ ഒരിക്കലും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, വേക്കൻസി കുറവുള്ള സ്ഥലത്ത് എന്താണ് കോമ്പറ്റീഷൻ കൂടുതലായിരിക്കുന്നതാണ്. കേരളത്തിൽ വേക്കൻസി കുറവാണ്, അപ്പൊ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. ചെന്നൈയിൽ വേക്കൻസി കൂടുതലാണ്, അപ്പൊ കോമ്പറ്റീഷൻ കുറവായിരിക്കുന്നതാണ്. പക്ഷേ തിരിച്ചും സംഭവിക്കാറുണ്ട്. കാരണം വേക്കൻസി കുറയുന്ന സമയത്ത് എല്ലാവരും മറ്റു സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കോമ്പറ്റീഷൻ വേക്കൻസി കുറവുള്ള സ്ഥലത്ത് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അത് ആ ഒരു പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ നമ്മൾ അനലൈസ് ചെയ്യുന്നില്ല. കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. എന്നാലും അതിന്റെ പോസിബിലിറ്റീസിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കാറ്റഗറി എന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു സോൺ സെലക്ട് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ വേക്കൻസി നോക്കി ആയിരിക്കരുത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഒരു സോൺ സെലക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ സെലക്ട് ചെയ്ത സോണിൽ കാറ്റഗറി വൈസ് നോക്കുന്ന സമയത്ത് വേക്കൻസീസ് വളരെ കുറവായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നിങ്ങളൊരു സോൺ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു അൺറിസർവ്ഡ് കാറ്റഗറിയിലാണെങ്കിൽ ഭൂരിഭാഗം വേക്കൻസിയും ചിലപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന റിസർവേഷൻ കാറ്റഗറിയിലൊക്കെ ആയിരിക്കും. അപ്പം നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി അവിടെ മിസ്സായി പോകുന്നുണ്ടല്ലേ. സോ നിങ്ങളുടെ കാറ്റഗറി അൺറിസർവ്ഡ് ആണോ, അതേപോലെ OBC ആണോ, SC ആണോ, ST ആണോ, അതേയുള്ള കാറ്റഗറി ഏതാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കാരണം അതോടെ നോക്കിയ ശേഷം മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സോൺ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇത്തരം ഫാക്ടേഴ്സ് എല്ലാം പരിഗണിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ കുറച്ച് സോൺസുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സോൺസുകളിൽ ഞാൻ ഈ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരു, ചെന്നൈ, സെക്കന്ദരാബാദ്, ട്രിവാൻഡ്രം, സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡിസ്റ്റൻസ് ഓക്കെയാണ്. കാരണം ഒരു ദിവസത്തിന്റെ പകുതി, അതൊരു 12 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് യാത്ര പൂർത്തീകരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ തന്നെയാണ് കൂടുതലും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ബാംഗ്ലൂരു, ചെന്നൈ, സെക്കന്ദരാബാദ്, ട്രിവാൻഡ്രം ആണ് ഡിസ്റ്റൻസ് വൈസ് നോക്കുകയാണെങ്കിലും കംഫർട്ട് വൈസ് നോക്കുകയാണെങ്കിലും ഒക്കെ നല്ല ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. അതിൽ തന്നെ ബാംഗ്ലൂർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യം നമുക്ക് വേണമെങ്കിൽ ട്രിവാൻഡ്രം നോക്കാം. ഫസ്റ്റ് നമുക്ക് ട്രിവാൻഡ്രം നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രത്തിലെ വേക്കൻസീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ ടോട്ടൽ വേക്കൻസി 64 വേക്കൻസി ആകെ വന്നിട്ടുള്ളൂ. 64 വേക്കൻസിയെ ട്രിവാൻഡ്രത്ത് ടോട്ടലി വന്നിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യങ്ങൾക്ക് 150-200 ഒക്കെ വരലുണ്ടായിരുന്നു. പക്ഷെ വെറും 64 വേക്കൻസി. അതിൽ അൺറിസർവ്ഡിന് 43 ഒഴിവുകളുണ്ട്. അൺറിസർവ്ഡിൽ 43 ഒഴിവുകളുണ്ട്. അതായത് 64ന്റെ മെജോറിറ്റിയും വന്നിരിക്കുന്നത് അൺറിസർവ്ഡ് കാറ്റഗറി തന്നെയാണ്. ജനറൽ കാറ്റഗറിയിൽ 43 വന്നിട്ടുണ്ട്. അതുപോലെ SC കാറ്റഗറി നോക്കുകയാണെങ്കിൽ കേവലം 8 ഒഴിവുകൾ മാത്രമാണ്. ഓക്കെ, STയിൽ 5 ഒഴിവുകൾ മാത്രമാണ്. അതേപോലെ OBCയിൽ 7 ഒഴിവുകൾ മാത്രമാണ്. EWSൽ ഒരേ ഒരു ഒഴിവ് മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാറ്റഗറി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ EWS, OBC, SC, ST കാറ്റഗറിക്കാരൊന്നും ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ട്രിവാൻഡ്രം അപ്ലൈ ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ചോയ്സ് ആണ്, പക്ഷെ ഞാൻ എൻ്റെ സജഷൻസ് പറയുന്നു എന്ന് മാത്രം. സോ ട്രിവാൻഡ്രം സോൺ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സേഫ് ആയിട്ടുള്ള സോൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ ഗ്രീൻ കളറിൽ കൊടുക്കാൻ കാരണം സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നുള്ള നിലയിലും നമ്മുടെ ഹോം സ്റ്റേറ്റ് എന്നുള്ള നിലയിലുമാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ചെന്നൈ ആണ്. ഡിസ്റ്റൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രം കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കിടക്കുന്നത് ചെന്നൈ ആണ്.
ചെന്നൈയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 186 ഒഴിവുകളാണ് ടോട്ടൽ ഉള്ളത്. അതിൽ 93 ഒഴിവുകൾ അൺറിസർവ്ഡിൽ വരുന്നുണ്ട്. അതേപോലെ SCയിൽ 24, STയിൽ 14, OBCയിൽ 41, അതേപോലെ തന്നെ EWSൽ 14. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ OBCയിലൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വേക്കൻസീസ് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രത്തിനെക്കാട്ടിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വേക്കൻസിയാണ് അവിടെ വന്നിട്ടുള്ളത്, ചെന്നൈയിൽ വന്നിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അൺറിസർവ്ഡിൽ പകുതി വേക്കൻസിയാണ് അൺറിസർവ്ഡിൽ വന്നിട്ടുള്ളത്. ഇവിടെ ഈ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ വേക്കൻസിയുടെ പകുതിയിൽ കൂടുതൽ എന്താണ് അൺറിസർവ്ഡ് വേക്കൻസിയാണ് എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. സോ ചെന്നൈയും ഒരു കംഫർട്ടബിൾ സോൺ ആയിട്ട് ഞാൻ പറയുന്നില്ല, അതായത് അത്ര ഒരു ബെറ്റർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇനി നമുക്ക് ബാംഗ്ലൂർ നോക്കി നോക്കാം, കർണാടക. അവിടെ നോക്കുകയാണെങ്കിൽ 200 ഒഴിവുകളുണ്ട്, അതിൽ 80 ഒഴിവുകൾ മാത്രമാണ് അൺറിസർവ്ഡിൽ ഉള്ളത്. സോ അൺറിസർവ്ഡ് കാറ്റഗറിപ്പെട്ട ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ബാംഗ്ലൂരിലേക്ക് നോക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് പകുതിയിൽ താഴെ ഒഴിവുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. സോ ബാംഗ്ലൂർ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല. അതേപോലെ തന്നെ SC നോക്കുകയാണെങ്കിൽ 31 വന്നിട്ടുണ്ട്. സോ കാറ്റഗറി വൈസ് നോക്കുകയാണെങ്കിൽ SC കാറ്റഗറിയിൽ നല്ലൊരു ഒഴിവാണ് ഇവിടെ വന്നിരിക്കുന്നത്, ബാംഗ്ലൂരിൽ വന്നിരിക്കുന്നത്. STയിൽ 15 ഒഴിവ് വന്നിട്ടുണ്ട്, OBCയിൽ 54 ഒഴിവ് വന്നിട്ടുണ്ട്, EWSൽ 20 ഒഴിവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ 3 സ്റ്റേറ്റുകൾ, നമുക്ക് ഏറ്റവും അടുത്തുള്ള 3 സ്റ്റേറ്റുകളുടെ ഈ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. ഈ 3 നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് കോമ്പറ്റീഷൻ സെയിം ആണ്. അതിൽ കേരളത്തിൽ കുറച്ച് കുറവാണ്, അതായത് ഓൾമോസ്റ്റ് അതിന്റെ വേക്കൻസീസ് ഒക്കെ സെയിം ആണ്, പക്ഷെ അതിൽ കുറവുള്ളത് കേരളത്തിലാണ് എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിൽ അതിനനുസരിച്ച് അപ്ലിക്കൻസും എന്തായിരിക്കും, കുറവായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് ചെന്നൈയിൽ ഇപ്പോൾ 1,00,000 അപ്ലിക്കൻസ് ആണ്, ട്രിവാൻഡ്രത്ത് 50,000 അപ്ലിക്കൻസ് ആണ്. അപ്പോൾ രണ്ടും എഫക്റ്റീവ്ലി എന്തായിരിക്കും, സെയിം ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഇനി അടുത്തതാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഹോട്ട് ഫേവറേറ്റ് ആയിട്ട് വരേണ്ടത് സെക്കന്ദരാബാദ് ആണ്. കാരണം സെക്കന്ദരാബാദിൽ ഇത്തവണ വന്നിരിക്കുന്ന വേക്കൻസി 1420 വേക്കൻസി വന്നിട്ടുണ്ട്. അതിൽ 625 അൺറിസർവ്ഡ് കാറ്റഗറിയിലുള്ള ഒഴിവാണ് വന്നിരിക്കുന്നത്. ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആണ്. അതേപോലെ SC കാറ്റഗറിയിൽ 209, STയിൽ 102, OBCയിൽ 390, EWS കാറ്റഗറിയിൽ 94 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. സോ സെക്കന്ദരാബാദ് എന്ന് പറയുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോണായിട്ട് മാറുകയാണ്. അതായത് നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് തന്നെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട സോൺ സെക്കന്ദരാബാദ് ആണ്. ഇനി സെക്കന്ദരാബാദ് സോൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ബാംഗ്ലൂരിലേക്കും അതേപോലെ തന്നെ ചെന്നൈയിലേക്കൊക്കെ ട്രാൻസ്ഫർ ലഭിക്കാനുള്ള നല്ല സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സ്പീരിയൻസിൽ നിന്ന് തീർച്ചയായിട്ടും ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതായത് കേരളത്തിൽ ചെന്നൈയിലേക്കും അതേപോലെ തന്നെ ബാംഗ്ലൂരിലേക്കൊക്കെ ട്രാൻസ്ഫർ കിട്ടാൻ സാധ്യതയുണ്ട്. സോ സെക്കന്ദരാബാദ് നിങ്ങളുടെ ലിസ്റ്റിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ കാണേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത് ഞാൻ പറഞ്ഞു തരുന്നത് എൻ്റെ പേഴ്സണൽ സജഷൻ ആണ്. ഇത് നിങ്ങൾക്ക് ലോജിക്കലായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു സോൺ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി അതല്ല, ഒന്ന് വ്യത്യസ്തമായിട്ടുള്ള വേറെ സോൺസുകൾ, വേക്കൻസി വൈസ് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ള വേറെ ഏതൊക്കെ സോൺസുകൾ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാണ്. കാരണം ഇത് നിങ്ങൾ പരിഗണിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് എന്തായിരിക്കില്ല, കൺവീനിയൻ്റ് ആയിരിക്കില്ല. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതേപോലെ കംഫർട്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതായത് കൾച്ചറൽ ഡിഫറൻസ് ഉള്ള സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ നോക്കുന്നത്. അതിൽ മുംബൈ ആണ് ഏറ്റവും ഉയർന്ന വേക്കൻസി ഉള്ളത്, 1193. പക്ഷെ അവിടെ നിങ്ങൾ നോക്കി, അവിടെ അൺറിസർവ്ഡിൽ 336 മാത്രമേ വന്നിട്ടുള്ളൂ. അതായത് അൺറിസർവ്ഡിനെക്കാട്ടിലും വേക്കൻസി ഇവിടെ OBCക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മുംബൈ സോണൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ എവിടേക്ക് പോകരുത്. അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ മുംബൈ ഒരിക്കലും നിങ്ങൾ ചൂസ് ചെയ്യരുത്. കാരണം അവിടെ അൺറിസർവ്ഡിൽ 333 ഒഴിവ് മാത്രമുള്ളത്, എന്നാൽ OBCക്കാർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട് താനും. അതേപോലെ തന്നെ SC കാറ്റഗറിയിൽ 219, ST കാറ്റഗറിയിൽ 106 ഒഴിവുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുംബൈയിൽ വന്നിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാറ്റഗറിയിൽ വന്ന ആളുകളാണെങ്കിലും EWS കാറ്റഗറിയിലാണെങ്കിലും മുംബൈയിൽ നല്ല ഒഴിവുകൾ വന്നിട്ടുണ്ട്. സോ EWS കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വന്നിട്ടുള്ളത് മുംബൈയിലാണ്. സോ ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ കാറ്റഗറീസ് തീരുമാനിക്കും നിങ്ങൾ ഏത് സോൺ സെലക്ട് ചെയ്യണം എന്നുള്ളത്. ഇനി ഭുവനേശ്വറിലേക്ക് വരികയാണെങ്കിൽ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എടുക്കുന്നത്. ആകെയുള്ള 801 ഒഴിവുകളിൽ 548 അൺറിസർവ്ഡ് കാറ്റഗറിയിലാണ് വന്നിരിക്കുന്നത്. അതായത് അൺറിസർവ്ഡുകാർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അഥവാ നിങ്ങൾ സൗത്ത് ഇന്ത്യ വിട്ട് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഭുവനേശ്വർ എന്ന് പറയുന്നത് ഒരു മികച്ച ഓപ്ഷൻ ആയിരിക്കും. അവിടെ SCയിൽ 70, STയിൽ 48, OBC 36, EWS 99 എന്നിങ്ങനെയാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. സോ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ സൗത്ത് ഇന്ത്യയിലെ പുറത്തുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഭുവനേശ്വർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് കൊൽക്കത്തയിലേക്ക് വരികയാണെങ്കിൽ 841 ഒഴിവുകളുണ്ട്. അതിൽ 415 അൺറിസർവ്ഡ്, SC 154, ST 87, OBC 129, അതേപോലെ EWS 56 എന്നിങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വേക്കൻസീസ് വന്നിട്ടുള്ളത്.
അപ്പൊ ഈ സോൺസുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്യൂർലി നിങ്ങളുടെ ഓപ്ഷൻ ആയിരിക്കുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളുടെ ചോയ്സ് ആയിരിക്കണം. അതായത് എന്തുകൊണ്ട് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ വേക്കൻസീസ് നോക്കിയിട്ട്, പക്ഷേ വേക്കൻസി വൈസ് നോക്കുകയാണെങ്കിലും എല്ലാ അർത്ഥത്തിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആസ് എ ഫൈനൽ കൺക്ലൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സെക്കന്ദരാബാദ് നല്ലൊരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതേപോലെ കേരള മാർക്കൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതായത് ഇവിടെ കേരളത്തിൽ വേക്കൻസി കുറവാണ്, നമ്മൾ അപ്ലൈ ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജോബ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നിങ്ങളുടെ പ്രൈമറി ടാർഗറ്റ് ഒന്നും അല്ല. ഇത് കിട്ടിയാൽ ഓക്കെ, നമുക്ക് ഈ ഒരു ജോലിക്ക് പോവാം. എന്നാലും നമ്മൾ മറ്റു പല ജോലികളും നോക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കേരളം തന്നെ എന്ത് ചെയ്യാം, ട്രൈ ചെയ്യാവുന്നതാണ്. എന്നാൽ ബാംഗ്ലൂരു, ചെന്നൈ ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് കേരളത്തിനെക്കാട്ടിലും വേക്കൻസി ഉണ്ടെന്ന് കരുതി ചാടിക്കയറി അപ്ലൈ ചെയ്യരുത്. കാരണം കേരളത്തിലുള്ള ആളുകളുടെ അത്രയും ആളുകളല്ല ചെന്നൈയിലും ബാംഗ്ലൂരും അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അതിനേക്കാൾ ഒരു 2-3 മടങ്ങ് ആളുകൾ ബാംഗ്ലൂരും ചെന്നൈയിലും അപ്ലൈ ചെയ്യുന്നുണ്ടാവും. പക്ഷേ സെക്കന്ദരാബാദ് നല്ലൊരു സേഫ് ഓപ്ഷൻ തന്നെയാണ്. അതേപോലെ അൺറിസർവ്ഡിൽ നിങ്ങൾ പുറത്ത് നോക്കുന്നുണ്ടെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഭുവനേശ്വർ ഒരു ഹോട്ട് ഫേവറേറ്റ് പ്ലേസ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ മുംബൈ ആണെങ്കിൽ OBC കാറ്റഗറിക്ക് 350 ഒഴിവുകൾ വന്നിട്ടുണ്ട്. സോ ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഒരു സോൺ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ ഏത് സോണാണോ സെലക്ട് ചെയ്യുന്നത് അവിടെ വർക്ക് ചെയ്യുക. തീർച്ചയായിട്ടും ഇനിയുള്ള ഓരോ മാസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻ പ്ലാനാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും മികച്ച റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള എൻട്രി ആപ്പ് കഴിഞ്ഞ 2024 ALP റിസൾട്ട് വന്നപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച റിസൾട്ടുകളിൽ ഒന്ന് എൻട്രി ആപ്പിൻ്റെതായിരുന്നു. അടുത്ത തവണയും ഇതേപോലെ ഏറ്റവും മികച്ച റിസൾട്ടുമായിട്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. മാറിയ പാറ്റേണും പുതിയ എക്സാമുകളൊക്കെയാണ് വരാൻ പോകുന്നത്. അത് കൃത്യമായി സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു മികച്ച റാങ്ക് എന്ന് പറയുന്നത് അതൊരു സ്വപ്നമായി തീരും. അപ്പോൾ കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഏറ്റവും മികച്ച റിസൾട്ടിനായി എൻട്രിയുടെ RRB ALP ബാച്ചസിൽ ജോയിൻ ചെയ്യുക. RRB ALP ബാച്ചസിൽ ജോയിൻ ചെയ്യാൻ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ താഴെക്കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്താൽ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.